എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുക. ഞാൻ തന്നെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ തന്നതാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചു കത്ത് ലഭിച്ചിട്ടുണ്ടല്ലോ. അകത്തുണ്ട്. അത് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ കത്തുകളെ ഞാൻ തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വീട്ടിൽ വിളിച്ചു. വൈഫ് ചോദിച്ച പറഞ്ഞു കത്തുകളുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുറന്നിട്ടില്ല. ഞാൻ കത്ത് വായിച്ചില്ല. ആത്മഹത്യാ കുറിച്ചിലെ വിവരങ്ങൾ ഗൗരവമാണ്. അതിൽ അങ്ങ് ഒരു ഇടപെടൽ നടത്തും. ഉറപ്പായിട്ട് KPCC ഇടപെടേണ്ടതാണ്. ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും. ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചിന്തിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും. അതേക്കുറിച്ചുള്ള നടപടി ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ 3 മുൻ DCC പ്രസിഡന്റുമാർക്ക് വേണ്ടി താൻ പണം വാങ്ങി നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നോക്കാം. അത്രമാത്രം സത്യം അദ്ദേഹം പറഞ്ഞത് ഒരു സത്യമാണെന്നൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കാൻ മാത്രം ഒരാളുകൂടി ഭൂമിമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളത് നോക്കാം, ഞങ്ങളത് പഠിക്കും, ഞങ്ങളത് അന്വേഷിക്കും. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ അതിനെ പുറത്ത് നടപടി ഉണ്ടാവും. ഈ വിഷയത്തിൽ നേരത്തെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ പരിശോധിക്കാനായിട്ട്. അപ്പൊ ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. കമ്മിറ്റി വെച്ചെന്നുള്ളത് ശരിയാണ്, KPCC വെച്ചതാണ്. ആ കമ്മിറ്റിന്റെ അകത്ത് അവർ എല്ലാ വിഷയങ്ങളും പഠിച്ചു. എന്താണ് അതിന്റെ കഥ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ പുതിയൊരു കത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള വേറെ കമ്മിറ്റി സ്വാഭാവികമായി ഇനിയതൊരു അത്യാവശ്യമായിട്ട് വന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളത് അന്വേഷിക്കും. KPCC അന്വേഷിക്കും. ബാങ്കുകളിലും മറ്റും സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായി നടത്തിയിരിക്കുകയാണ്. ഒരിക്കലും ശരിയല്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗായാലും ആ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ കൃത്യമായി സത്യസന്ധമായി ചെയ്യുക എന്നതാണ്. ഞങ്ങളൊക്കെ പഠിച്ച പൊതു രാഷ്ട്രീയം അങ്ങനെയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചവർ അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരും.